സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഋതു വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുവാണ്. ഋതുവിനെ ഇനി രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സേതുവിൻ്റെയും പല്ലവിയുടെയും ഋതുവിൻ്റെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഒരുപാട് രക്ഷപ്പെടാനായിട്ട് ഋതു ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. എന്നിട്ട് അവിടെ ഇരുന്ന ഒരു ലാൻഡ് ഫോൺ ഋതു കണ്ടുപിടിച്ചു. ആ ലാൻഡ് ഫോണിൽ നിന്നും വിളിച്ച് തൻ്റെ അമ്മയെ വിളിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ കോള് പോയി. ഋതു കോള് പോയി. എന്നാൽ പൂർണിമ കോൾ എടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രതാപൻ ഓടി വരികയും അവിടെ ഇരുന്ന ആ ഒരു ലാൻഡ് ഫോൺ അടിച്ചു പൊട്ടുകയും ചെയ്തു. പ്രതാപനെ ഏറ്റവും പ്രിയപ്പെട്ട പ്രതാപനെ ഈ ഒരു രാഷ്ട്രീയത്തിലോട്ട് കൈപിടിച്ച് കയറ്റിയ തൻ്റെ ആ ഒരു ഗുരുനാഥൻ, അദ്ദേഹം തനിക്ക് ആദ്യമായിട്ട് സമ്മാനിച്ച ഒരു സമ്മാനമായിരുന്നു ലാൻഡ് ഫോൺ. ആ ലാൻഡ് ഫോണാണ് പ്രതാപൻ അടിച്ചു പൊട്ടിച്ചത്. അങ്ങനെ ഒടുവിൽ രക്ഷപ്പെടാമെന്നുള്ള ഋതുവിന്റെ ആ ഒരു ശ്രമവും പരാജയത്തിലായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് ഋതു. പക്ഷേ ഋതുവിന് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചുവെങ്കിലും ഹരിക്ക് പ്രത്യേകിച്ച് വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രത്തോളം ഹരിയെ ഋതു വേദനിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ഒരു ഉപജീവന മാർഗമായ ഓട്ടോ കത്തിച്ചതും അതും ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കിയതും ഋതു ഒറ്റ ഒരാൾ കാരണമാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഋതു വിഷമിപ്പിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ള സേതു തന്നെയാണ് ഇപ്പോൾ ഋതുവിന്റെ രക്ഷകനായിട്ട് അവതരിക്കുന്നത്. സേതുവും പല്ലവിയും ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കി, ഋതു പോകാൻ ഇടയായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി നോക്കി. പക്ഷേ ഒരിടത്തു നിന്നും ഋതുവിനെ കണ്ടുപിടിക്കാനായിട്ട് സേതുവിനോ പല്ലവിക്കോ സാധിച്ചില്ല. ആ സമയത്ത് സേതു ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കിട്ടിക്കഴിഞ്ഞാൽ ഋതുവിനെ തേടി പോകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് എന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് പൂർണിമ വിളിക്കുന്നത്. അങ്ങനെ പൂർണിമയുടെ കോള് പല്ലവി എടുത്തു. ചോദിച്ചപ്പോഴാണ് തനിക്കൊരു കോള് വന്നിരുന്നുവെന്നും, പക്ഷെ അത് എന്തിൽ നിന്നാണെന്നും തനിക്ക് അറിയത്തില്ല, അറിയാമെന്നുള്ള നമ്പർ അല്ല. ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു, പക്ഷേ കോള് പോകുന്നില്ല. എന്തായാലും ഋതുവായിരിക്കുമോ ഈ ഒരു നമ്പറിൽ നിന്ന് വിളിച്ചത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്ന് പൂർണിമ പറയുകയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അമ്മ ആ നമ്പർ ഞങ്ങൾക്കൊന്ന് അയച്ചതാ, ഞങ്ങൾ നോക്കട്ടെ. അങ്ങനെ നമ്പർ അയച്ചു തന്നു. അത് ഋതു വിളിച്ച ആ ലാൻഡ് ഫോണിൻ്റെ നമ്പറായിരുന്നു. ആ നമ്പർ നോക്കുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള നമ്പർ തന്നെയാണ്. കാരണം അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ നോക്കുമ്പോൾ തന്നെ ഈ ഏരിയയിൽ എവിടെ ഉണ്ട്, ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എവിടെയോ കാണും. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കും? അങ്ങനെ പല്ലവി ആ നമ്പറിലോട്ട് വിളിച്ചു നോക്കി, പക്ഷെ കോള് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സേതു ഒരു കാര്യം പറഞ്ഞു, പല്ലവി നീ ഒരു കാര്യം ചെയ്യും, ഈ നമ്പർ ട്രൂ കോളറിൽ ഇട്ട് നോക്ക്. ട്രൂ കോളറിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് നമുക്ക് ആരുടെ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ലേ? സാധിക്കുമെന്ന് പറഞ്ഞ് ട്രൂ കോളറിൽ ഇട്ട് നോക്കി. നമ്പർ ചെക്ക് ചെയ്തപ്പോൾ പ്രതാപന്റെ പേരിലാണ് ഈ നമ്പർ ഉള്ളത്. ഉടനെ തന്നെ സേതുവിന് ഉറപ്പായി പ്രതാപൻ തന്നെ ആയിരിക്കും ഋതുവിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുക. ആ പൈസയുടെ പേരിൽ ഞാൻ ഇന്ന് രാവിലെയും കൂടി പ്രതാപനെ 48 മണിക്കൂർ വാണിംഗ് കൊടുത്തതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഋതുവിനെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് സേതുവിന് മനസ്സിലായി. നേരെ സേതുവും പല്ലവിയും കൂടി നേരെ പ്രതാപന്റെ വീട്ടിലേക്ക് പോയി. അവിടെ പ്രതാപൻ കള്ളു കുടിച്ച് നല്ല സന്തോഷത്തില് ഋതുവിന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കാമല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഋതുവിനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് പ്രതാപൻ തട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു വീട്ടിൽ അടച്ചതിന് ശേഷം നേരെ ഇന്ദ്രന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ദ്രൻ പറഞ്ഞത് മാക്സിമം ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഋതു കീഴടങ്ങും. അഥവാ കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവസാനം ഞാൻ തന്നെ കളത്തിലിറങ്ങാം എന്ന് ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ സേതു പ്രതാപന്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഋതുവിൻ്റെ കയ്യിൽ നിന്നും നാളെ തന്നെ ഒപ്പ് മേടിക്കാം, എന്നിട്ട് തനിക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തിലിരിക്കുന്ന സമയത്തായിരുന്നു സേതുവിൻ്റെ എൻട്രി. സേതു വന്ന പാടെ തന്നെ പ്രതാപനെ എടുത്തിട്ട് കുടഞ്ഞു. എന്നിട്ട് മര്യാദയ്ക്ക് പറ, എൻ്റെ അനിയത്തി എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറ എന്ന് ദേഷ്യപ്പെട്ടു. ഇന്നലെ എവിടെയാണെന്ന് പറയാനായിട്ട് പ്രതാപൻ തയ്യാറായിരുന്നില്ല. നീ മര്യാദയ്ക്ക് പറയുന്നതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിനക്ക് പലതും നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ അവസാനം സേതുവിന്റെ അടികൊള്ളും, അല്ലെങ്കിൽ സേതു തന്നെ കൊല്ലുമെന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ പ്രതാപൻ പറഞ്ഞു, അതെ നീ പറഞ്ഞതുപോലെ ശരിയാണ്, ഞാനാണ് ഋതുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഋതുവിനെ തട്ടിക്കൊണ്ടുപോയി ഞാൻ തന്നെയാണ് ഒരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ
ആ സ്ഥലം കണ്ടുപിടിക്കാനോ അവിടെ ചെന്ന് ഋതുവിനെ രക്ഷിക്കാനായിട്ടോ നിനക്ക് സാധിക്കത്തില്ല, ഒരിക്കലും നിനക്ക് സാധിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ അത്രത്തോളം തൻ്റെ ഇടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഋതുവിനെ കണ്ടുപിടിക്കുക. എവിടെയാണ് ഞാൻ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നതെന്ന് നീ കണ്ടുപിടിച്ച് അവളെ കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. എന്നാൽ ഞാൻ കൊണ്ടുവന്നിരിക്കും, നിനക്ക് ഞാൻ 48 മണിക്കൂർ സമയം തരുവാണ്. 48 മണിക്കൂറിനകത്ത് വെച്ച് ഋതുവിനെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കാര്യം ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സേതു പോയിരിക്കുന്നത്. അങ്ങനെ ഇനി എന്ത് ചെയ്യും, എവിടെയാണെന്ന് പറഞ്ഞ് അന്വേഷിക്കും. പ്രതാപനാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് മനസ്സിലായി, പക്ഷെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ്. ഈ സമയത്ത് ഋതു അവിടെ ആ അടിച്ചു പൊളിച്ചിട്ട ആ ഒരു ലാൻഡ് ഫോൺ എടുത്ത് ശരിയാക്കുവാണ്. അപ്പൊ സേതു ചോദിക്കുന്നുണ്ട്, നമ്മളിനി എവിടെ പോയി അന്വേഷിക്കും പല്ലവി. എന്നാൽ പല്ലവി തിരിച്ച് സേതുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഋതുവിനെ അന്വേഷിക്കുന്നത് പോലെ തന്നെ അവള് രക്ഷപ്പെടാനായിട്ടും വഴികൾ തിരയുന്നുണ്ടാവും. അവൾ ഉറപ്പായിട്ട് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. ആ ഒരു ക്ലൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഋതുവിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കും എന്ന് പല്ലവി സേതുവിനോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഋതു ആ ഒരു പൊട്ടിപ്പോയ ലാൻഡ് ഫോൺ പതുക്കെ ശരിയാക്കിയതിന് ശേഷം ഒരു വിധത്തിൽ പൂർണിമയെ വിളിച്ചിട്ട് തന്നെ തട്ടിക്കൊണ്ടു പോയതാണെന്നും ഏത് സ്ഥലത്താണ് തന്നെ പാർപ്പിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല എന്ന് പൂർണിമയെ വിളിച്ച് പറഞ്ഞപ്പോൾ പൂർണിമ ആശ്വസിപ്പിച്ചു, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ രക്ഷിക്കാനായിട്ട് സേതു വരുന്നുണ്ട്, സേതു നിന്നെ രക്ഷിക്കും, നീ എന്തായാലും ഈ നമ്പറിലോട്ട് സേതു നിന്നെ വിളിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് പൂർണിമ കട്ട് ചെയ്തു. നേരെ പല്ലവിയെ വിളിച്ച് കാര്യം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പല്ലവിയെ വിളിച്ച് പൂർണിമ ഇങ്ങനെ ഋതു വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ നമ്പറിലോട്ട് തന്നെ തിരിച്ചു വിളിച്ചു. ഋതു കോൾ എടുത്തു. എന്നിട്ട് എവിടെയാണ് നിന്നെ പാർപ്പിച്ചിരിക്കുന്നത്, എന്തെങ്കിലും അടയാളം അറിയാമോ? എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞാണ് എന്നെ കൊണ്ടുവന്നത്, മയക്കത്തിലായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നോക്ക്. വരുന്ന വഴിക്ക് മെയിൻ റോഡ് കഴിഞ്ഞിട്ട് ഏതൊക്കെയോ ഊടുവഴി കൂടെയാണ് കൊണ്ടുവന്നത് എന്ന് ഋതുവിന് മനസ്സിലായി. വരുന്ന സമയത്ത് ഒരു മുരുകൻ കോവിലിൽ നിന്ന് വരുന്ന മുരുകന്റെ പാട്ട് കേട്ടു. അപ്പോൾ മുരുകൻ ക്ഷേത്രമാകാനാണ് സാധ്യത എന്നുകൂടി പറഞ്ഞു. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ആ ഒരു ജനലിൽ കൂടി നോക്ക്, എന്തെങ്കിലും ഒരു അടയാളം കാണുന്നുണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞിരിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഇങ്ങനെ വലിയൊരു അപകടത്തിലാണ് ഋതു പെട്ടിരിക്കുന്നത്. ഈ അപകടത്തിൽ നിന്നും ഋതുവിനെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.